ഞാനൊരു അപേക്ഷയായിട്ടാണ് എൻ്റെ സുഹൃത്തിന് മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. മാക്സിമം ഷെയർ ചെയ്യണം, അവർ സഹായിക്കണം പ്ലീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി 9 ലക്ഷം രൂപയാണ്, നിസ്സാര രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ മാത്രമേ ഇനി ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. സഹായിക്കണം, വീഡിയോ മൊത്തമായി കാണണം. നമ്മൾ ആ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടുന്നുണ്ട്. കയ്യിലുള്ളത് 100 രൂപയെങ്കിലും അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് സഹായിക്കണം. താഴ്മയോടെ അപേക്ഷിക്കണം പ്ലീസ്. കൈവിടരുത് ആ കുടുംബത്തിനെ. അസ്സലാമലൈക്കും. ഇതെൻ്റെ വാപ്പിച്ചിയാണ്. ഒരു വർഷം മുമ്പ് വാപ്പിച്ചിൻ്റെ 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ 12ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പാപ്പാൻ്റെ കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ്. ഉമ്മച്ചീൻ്റെ കിഡ്നി കൊടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല. ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യൂസഫിനെ എല്ലാവരും സഹായിക്കണേ പ്ലീസ്, അപേക്ഷയാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് എൻ്റെ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാ കൂട്ടുകാരോടും നമസ്കാരമുണ്ട്. ജോഷി പലസംഗമാലയാണ്. ഞാനിപ്പോൾ ആലുവ കുട്ടുമ്പശ്ശേരി യൂസഫിക്കയെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് യൂസഫിക്കയുടെ കിഡ്നി ഫെയിലറായിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്താണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇത്ര കിഡ്നി കൊടുക്കാൻ തയ്യാറാണ്. ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി സർജറിക്കുള്ള പണമാണ് ഇവർക്ക് ആവശ്യം. 9 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് ഇവരുടെ ചികിത്സയ്ക്ക്. അതിനുള്ള സാമ്പത്തികം ഇവരുടെ കയ്യിലില്ല. ഇക്കടെ കിഡ്നി ഫെയിലറായ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആകെ നിസ്സാര രൂപയാണ് ഇവർ ചികിത്സയ്ക്ക് വന്നത്. ഇപ്പോൾ ഇത്ര നാൾ ആ പൈസ വെച്ചിട്ടാണ് ഡയാലിസിസും എല്ലാ കാര്യങ്ങളും, വീടിൻ്റെ വാടക, സ്വന്തമായിട്ട് വീടൊന്നുമില്ല, 18 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കണം ഇക്ക. അപ്പോൾ അത് കിട്ടിയ പൈസയിൽ നിന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റും ഡയാലിസിസൊക്കെ നടന്ന് മുമ്പോട്ട് പോകുന്നു. ഇനി എത്ര പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ മാത്രമേ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇക്കയുടെ പേരിലൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഈ കുട്ടിയുടെ ഉപ്പയെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഇത്തയുടെ ഭർത്താവിന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു തുകയെങ്കിലും ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ ഇവരുടെ ചികിത്സ ഭംഗിയായിട്ടും ഇവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയും ചെയ്യും. ദൈവത്തിനോട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന് വേണ്ടി. അതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹായിക്കണം പ്ലീസ്, അപേക്ഷയാണ്. അസ്സലാമലൈക്കും. ഇതെൻ്റെ ഭർത്താവ് മൗളുവാണ്. എൻ്റെ കെട്ടിയൻ്റെ 2 കിഡ്നി ഫെയിലിയറായി. ആഴ്ച 2 ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കിഡ്നി കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഡോക്ടർമാർ അത്യാവശ്യമായിട്ട് കിഡ്നി മാറ്റി വയ്ക്കാൻ പറഞ്ഞ് എൻ്റെ കിഡ്നി കൊടുക്കാൻ ഞാൻ റെഡിയായേക്കാണ്. എല്ലാ ടെസ്റ്റുകളും ഓക്കെയാണ്. പക്ഷേ സർജറിക്ക് വേണ്ടുന്ന ആ വാരിച്ച തുക കണ്ടെത്താൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല. വാടക വീട്ടിൽ 18 വർഷമായിട്ട് വാടക വീട്ടിൽ ജീവിക്കുന്ന ഞങ്ങളെക്കൊണ്ട് ഈ സർജറിക്കുള്ളതും വാടക കൊടുക്കാനും ഉപജീവന മാർഗം കണ്ടെത്താനും കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ. എനിക്കെൻ്റെ ഭർത്താവിനെയും, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, എനിക്കെൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കൾക്ക് അവരുടെ വാപ്പിച്ച് തിരിച്ചു തരാൻ നിങ്ങൾ ഓരോരുത്തർ ശ്രമിച്ചാൽ കഴിയുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്നും താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ദുആ ചെയ്യാം.